മാലിദ്വീപിനെക്കുറിച്ച് എന്തെങ്കിലും രണ്ട് വർത്തമാനം പറയണം എന്ന് വിചാരിക്കാൻ തുടങ്ങിയിട്ട് ദിവസം കുറച്ചായി. പക്ഷേ ഇവിടുത്തെ ഈ ചായക്കട രാഷ്ട്രീയം പറഞ്ഞ് അതിന് സമയം കിട്ടിയില്ല. മാലിദ്വീപിൽ വളരെ കൗതുകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. താത്വികമായിട്ട് അതൊരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാണെങ്കിലും ഏറെക്കാലമായി ഇന്ത്യയുടെ ഒരു സംരക്ഷിത രാജ്യമായിട്ടാണ് തുടരുന്നത്. ഏതാണ്ട് ഭൂട്ടാൻ അല്ലെങ്കിൽ നേപ്പാൾ അതുമല്ലെങ്കിൽ ബംഗ്ലാദേശ് പോലെയാണ് മാലിദ്വീപിൻ്റെ അവസ്ഥ. ഇതൊരു സാർക്ക് രാജ്യമാണ്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു രാജ്യവുമാണ്. ആ രാജ്യത്ത് ബംഗ്ലാദേശിലെ പോലെ തന്നെ ഇന്ത്യയെ അനുകൂലിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുണ്ട്, ഇന്ത്യയെ എതിർക്കുന്ന ഒരു പാർട്ടിയുണ്ട്. ബംഗ്ലാദേശിൽ അത് അവാമി ലീഗാണ് ഇന്ത്യ അനുകൂലിക്കുന്നത്. ഇന്ത്യയെ എതിർക്കുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BNP. മാലിദ്വീപിൽ ഇതുപോലെ രണ്ട് വ്യത്യസ്ത ചേരികളുണ്ട്, വ്യത്യസ്ത പാർട്ടികളുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ഇന്ത്യ വിരുദ്ധ പാർട്ടിക്കാണ് ഭൂരിപക്ഷം കിട്ടിയത്. ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ട് മാലിദ്വീപിന് ഒരുപാട് കരാറുകളുണ്ട്. ഇന്ത്യ വളരെയധികം പണം അവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ത്യക്കാരായ വ്യവസായികൾക്കും മൂലധന നിക്ഷേപമുണ്ട് മാലിദ്വീപിൽ. സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് മാലിദ്വീപിൽ നടക്കുന്ന ഓരോ ചെറിയ ചലനങ്ങളിലും താല്പര്യമുണ്ട്. അവിടെ പിടിമുറുക്കാനായിട്ട് പാകിസ്ഥാനും അതിനേക്കാൾ ഉപരി ചൈനയും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചൈനക്കാർ ഇതുപോലെ ശ്രീലങ്കയിൽ പിടിമുറുക്കി അവസാനം ശ്രീലങ്ക കൂത്തുവാളെടുത്തു. പാകിസ്ഥാനിലും ചൈന മൂലധന നിക്ഷേപം നടത്തി, പാകിസ്ഥാനും ഒരു വഴിക്കായി. മാലിദ്വീപുകാർക്ക് ചൈനക്കാരുടെ തനി സ്വഭാവം അറിയാൻ പാടില്ലാത്തതുകൊണ്ട് എന്തോ അവിടെ കുറച്ച് പേരിപ്പോൾ ചൈന അനുകൂലികളായിട്ട് മാറി. ഈ ചൈന അനുകൂലികളുടെ പാർട്ടി എന്ന് പറയുന്നത് പാകിസ്ഥാനോടും ഹൃദയബന്ധമുള്ള ഒന്നാണ്. ശരിക്കും പറഞ്ഞാൽ ഇസ്ലാമിസ്റ്റ് പാർട്ടിയാണ്. നമ്മുടെ നാട്ടിലെ ജമായത്ത് ഇസ്ലാമി പോലെ അല്ലെങ്കിൽ ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡ് പോലെയുള്ള ഒരു സംവിധാനമാണ് ഇവരുടെ ഈ പാർട്ടി. അതുകൊണ്ടുകൂടിയാണ് അവർക്ക് പാകിസ്ഥാനോടും ചൈനയോടും പ്രത്യേകിച്ച് ഒരു മൊഹബത്ത് ഉണ്ടായത്. ഏതായാലും ആ പാർട്ടിക്ക് ഭൂരിപക്ഷം കിട്ടി. സഖാവ് മുഹമ്മദ് മുയിസു അവിടെ പ്രസിഡൻ്റായി. അപ്പോൾ അദ്ദേഹത്തിന് ഇന്ത്യ ഗവൺമെൻറ്റിനെ തീരെ ഇഷ്ടമല്ല. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം തന്നെ ഇന്ത്യ ഔട്ട് എന്നുള്ളതായിരുന്നു. ഇദ്ദേഹം അധികാരത്തിൽ വന്ന ഉടനെ തന്നെ ഇന്ത്യക്കാരെ പുറത്താക്കും എന്നായിരുന്നു പുള്ളിയുടെ പ്രകടന പത്രികയിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട വാഗ്ദാനം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ത്യ ഗവൺമെൻറ്റുമായിട്ടുള്ള കരാറുകളൊക്കെ പുനഃപരിശോധിക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി. അതുകൂടാതെ ഇന്ത്യൻ സൈനികരെ അവിടെ നിന്ന് പുറത്താക്കും എന്ന് പ്രഖ്യാപിച്ചു. ഇത്രാം തീയതിക്കുള്ളിൽ ഇറങ്ങിപ്പോകണം എന്ന് ഇന്ത്യൻ പട്ടാളത്തോട് പറഞ്ഞില്ല. കാരണം മുഹമ്മദ് മുയിസുവിനെ അറിയാം, അദ്ദേഹത്തിന് ആ രാജ്യത്ത് എന്തുമാത്രം സ്വാധീനമുണ്ട്, ഇന്ത്യ ഗവൺമെൻറ്റിന് എന്തുമാത്രം സ്വാധീനമുണ്ട്, ഇന്ത്യയുടെ സൈനിക ശക്തി എന്താണ് എന്നൊക്കെ. പക്ഷേ സാധാരണഗതിയിൽ ഇവിടെ മാലിദ്വീപിലെ അധികാരമേൽക്കുന്ന ഭരണാധികാരി ആദ്യം ഇന്ത്യയിൽ വന്ന് ന്യൂഡൽഹി സന്ദർശിച്ച് ഇവിടുത്തെ പ്രധാനമന്ത്രിയുടെ പ്രസിഡൻറ്റിൻ്റെയൊക്കെ ആശീർവാദവും അംഗീകാരവും നേടിയതിന് ശേഷമേ ഭരണം തുടങ്ങാറുള്ളൂ. ആദ്യത്തെ സന്ദർശനം ഇന്ത്യയിലേക്കായിരിക്കണം എന്നുള്ളത് അവിടുത്തെ ഭരണഘടനയിലെ വ്യവസ്ഥയില്ല. പക്ഷേ നാട്ടു നടപ്പ് കീഴ്വഴക്കം അതാണ്. മുഹമ്മദ് മുയിസു ആൾ ധീരനായതുകൊണ്ട്, പരാക്രമി ആയതുകൊണ്ട്, പോരാളി ആയതുകൊണ്ട് അദ്ദേഹം ആദ്യം ഡൽഹിക്ക് വരുന്നതിന് മുമ്പ് തുർക്കിയിൽ പോയി അവിടുത്തെ ഉർദുഖാനെ കണ്ട അദ്ദേഹത്തിൻ്റെ അനുഗ്രഹം തേടി. ഉർദുഖാൻ ആൾ വിക്രമിയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം പാകിസ്ഥാൻ്റെ വലിയ പിന്തുണക്കാരനാണ്. ആഗോള ഇസ്ലാമിക ശക്തികളുടെ സ്വയം പ്രഖ്യാപിത ഖലീഫയായിട്ട് ഭാവിക്കുന്ന ആളാണ്. മറ്റു രാജ്യങ്ങളൊന്നും അദ്ദേഹത്തെ അംഗീകരിക്കുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹം ഒരു ഇസ്ലാമിസ്റ്റ് ഭരണാധികാരിയാണ്. അപ്പോൾ ഉർദുഖാൻ്റെ അനുഗ്രഹവുമായിട്ട് ഇദ്ദേഹം നാട്ടിൽ തിരിച്ചെത്തി. വീണ്ടും പഴയ കലാപരിപാടി തുടങ്ങി. ന്യൂഡൽഹിയിലേക്ക് വരുന്നതിന് മുമ്പ് അദ്ദേഹം ബെയ്ജിങ്ങിലേക്ക് പോയി. ബെയ്ജിങ്ങിലേക്ക് പോയ സമയത്താണ് നമ്മുടെ നരേന്ദ്രമോദി ലക്ഷദ്വീപിൽ പോവുകയും അവിടെ പുതിയ ടൂറിസം വികസന പദ്ധതികളൊക്കെ പ്രഖ്യാപിച്ചു. അപ്പോൾ ഇന്ത്യ ടൂറിസം മേഖലയിൽ വികസിക്കുന്നു, പടർന്ന് പന്തലിക്കുന്നു. ഈ തീരദേശ ടൂറിസം ഉയർത്തിക്കൊണ്ടുവരാൻ നോക്കുന്നു. മാലിദ്വീപിനെ ഒരു എതിരാളിയായിട്ട് ലക്ഷദ്വീപിനെ പ്രൊജക്റ്റ് ചെയ്യുന്നു എന്ന് തോന്നിയപ്പോൾ മാലിദ്വീപിൻ്റെ പ്രധാനപ്പെട്ട വരുമാനമാർഗം എന്ന് പറയുന്നത് ശ്രീലങ്കയിലെ പോലെ തന്നെ ടൂറിസമാണ്. ടൂറിസ്റ്റുകളില്ലെങ്കിൽ മാലിദ്വീപ് കുത്തുവാള എടുക്കും. അവിടെ ആകെയുള്ള ഒരു മറ്റു തൊഴിൽ എന്ന് പറഞ്ഞാൽ മത്സ്യബന്ധനമാണ്. മത്സ്യബന്ധനവും ടൂറിസവും അതുമാത്രമാണ്. അപ്പോൾ ടൂറിസ്റ്റുകൾ അധികം പോകുന്നത് ഇന്ത്യയിൽ നിന്നാണ്. ഇങ്ങനെ ലക്ഷദ്വീപ് വികസിക്കുകയാണെങ്കിൽ ഇനി ഇന്ത്യയിൽ നിന്ന് ടൂറിസ്റ്റുകളൊന്നും വരികയില്ല എന്നൊരു ഭയം, ഒരു സംശയം അവർക്കുണ്ട്. മാലിദ്വീപിനെ താഴ്ത്തിക്കെട്ടാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ ലക്ഷദ്വീപിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത് എന്ന ഒരു തോന്നലും അവിടെ ഉണ്ട്. ഇന്ത്യ ഗവൺമെൻറ് എന്താ ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. എന്തായാലും ആ സമയത്താണ് അവിടുത്തെ ഒരു മന്ത്രി ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പരിഹസിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും
മറ്റ് 2 മന്ത്രിമാർ ഏറെക്കുറെ ഇതിന് അനുകൂലമായിട്ടുള്ള പോസ്റ്റുകൾ അവർ പാസ്സാക്കി. ഇത് വലിയ വിവാദമായപ്പോൾ ഈ 3 മന്ത്രിമാരെയും താൽക്കാലികമായിട്ട് മന്ത്രിസഭയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. മന്ത്രിമാരെങ്ങനെ സസ്പെൻഡ് ചെയ്യണമെന്ന് എനിക്കറിയില്ല. വല്ല സഹകരണ ബാങ്കിലെ ജീവനക്കാരാണെങ്കിൽ, സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണെങ്കിൽ സസ്പെൻഡ് ചെയ്യാം. മന്ത്രിമാരെ സസ്പെൻഡ് ചെയ്യുന്നത് ഇതുവരെ കേട്ടിട്ടില്ല. ചിലപ്പോൾ മാലിദ്വീപിലെ ഭരണഘടനയിൽ അതിന് വ്യവസ്ഥ ഉണ്ടാകും എന്ന് ഞാൻ വിചാരിക്കും. എന്തുവാട്ടെ ഈ 3 പേരെയും സസ്പെൻഡ് ചെയ്തു. അതിനെ തുടർന്ന് ഇന്ത്യ രാജ്യത്ത് വലിയ കോളിലൊക്കെ ഉണ്ടായി. കാരണം ഒന്നാമത് തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സമയമാണ്. മാത്രമല്ല ആളുകൾ ഇവിടെ ചാർജഡായിട്ടിരിക്കുക. അപ്പോഴാണ് ഇങ്ങനൊരു വിവാദം ഉണ്ടാകുന്നു, വലിയ പ്രക്ഷോഭം ഉണ്ടാകുന്നു. സെലിബ്രിറ്റികൾ എന്ന് പറയാവുന്ന ആളുകൾ, സിനിമാ നടന്മാരടക്കം, സ്പോർട്സ് താരങ്ങളടക്കം ലക്ഷദ്വീപിന് പിന്തുണ പ്രഖ്യാപിക്കുകയും മാലിദ്വീപിലേക്ക് ഇനി പോകില്ല എന്ന രീതിയിലുള്ള പ്രഖ്യാപനങ്ങൾ നടത്തി. അപ്പോൾ ഇവിടെ ഈ ശക്തമായിരിക്കുന്ന തീവ്ര ദേശീയതയുണ്ടല്ലോ, അതിനെ ഒന്നുകൂടി ആളിക്കത്തിക്കുന്ന ഒരു സംഭവമാണ് മാലിദ്വീപിലുണ്ടായി. മുഹമ്മദ് മുയ്സു ആ സമയത്തൊന്നും പറഞ്ഞില്ല. അദ്ദേഹം നാട്ടിൽ തിരിച്ചു വന്നതിന് ശേഷം നടത്തിയ പ്രഖ്യാപനം, അതാണ് ഇവിടെ നമ്മൾ ഈ ചർച്ചയ്ക്ക് വിഷയീഭവിക്കുന്നത്. അദ്ദേഹം പറഞ്ഞത് ഈ മാലിദ്വീപ് ഒരു ചെറിയ രാജ്യമാണ്, എങ്കിൽ പോലും ഇത് ആരുടെ മുമ്പിൽ തലകുനിക്കാൻ തയ്യാറല്ല. നമ്മുടെ ആത്മാഭിമാനം വളരെ പ്രധാനമാണ്. ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. വരുന്ന മാർച്ച് 15-ാം തീയതിക്കുള്ളിൽ ഇന്ത്യൻ സൈന്യം നാടുവിട്ട് പോകണം എന്ന് അദ്ദേഹം ഒരു അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. ആര്? മുഹമ്മദ് മുയ്സു. ആർക്ക്? ഇന്ത്യ ഗവൺമെൻറ്. ഒന്ന് ആലോചിച്ച് നോക്കി. കൊതുക് പരുന്തിനോട് യുദ്ധം പ്രഖ്യാപിക്കുന്ന പോലെയാണ് ഈ മാലിദ്വീപ് ഇന്ത്യക്ക് അന്ത്യശാസനം നൽകുന്നത്. ഇനി മാർച്ച് 15-ാം തീയതിക്കുള്ളിൽ ഇന്ത്യൻ സൈനികർ പോയില്ലെങ്കിൽ എന്ത് ചെയ്യും? മുഹമ്മദ് മുയ്സു ഇവരെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും. അതോ അവരെ ഇന്ത്യൻ സമുദ്രത്തിൽ മുക്കി കൊല്ലുമോ? ഒന്നും സംഭവിക്കില്ല, യാതൊന്നും സംഭവിക്കില്ല. മുഹമ്മദ് മുയ്സു വിചാരിച്ചാലൊന്നും ഇവിടെ ഒരു ചുക്കും നടക്കില്ല. നമുക്കെല്ലാവർക്കും അറിയാം. ഇപ്പം ഖത്തറിൽ ചില നാവികസേന ഉദ്യോഗസ്ഥന്മാരെ വിചാരണ നടത്തി തൂക്കിക്കൊല്ലാൻ വിധിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഞാൻ അന്ന് പറഞ്ഞു, തൂക്കിക്കൊല്ലാൻ വിധിക്കാൻ കോടതിക്ക് അധികാരമുണ്ട്, പക്ഷേ തൂക്കിക്കൊല്ലാൻ പറ്റുകയില്ല. കാരണം ഇന്ത്യ പഴയ ഇന്ത്യ അല്ല. പഴയ ഇന്ത്യയിൽ പോലും നടക്കുകയില്ല. രാജീവ് ഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് മാലിദ്വീപിൽ പട്ടാള വിപ്ലവം ഉണ്ടായി. അന്ന് ഇവിടെ നിന്ന് ഏതാണ്ട് 16,000 സൈനികർ പോയിട്ടാണ് അവിടുത്തെ പ്രസിഡൻറ്റിനെ തിരിച്ച് അദ്ദേഹത്തിൻ്റെ കസേരയിൽ ഇരുത്തിയത്. അപ്പോൾ ഒരു പ്രസിഡൻറ്റിനെ കസേരയിൽ ഇരുത്താൻ ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കുമെങ്കിൽ ഇരിക്കുന്ന പ്രസിഡൻറ്റിനെ കാലുമടക്കി തൊഴിച്ച് അറബിക്കടലിലിടാനും ഇന്ത്യൻ സൈന്യത്തിന് സാധിക്കും. ഒരു സംശയവും വേണ്ട. ഇപ്പോൾ കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളതാണ് ലോക നടപടിക്രമം. പണ്ടും അങ്ങനെ തന്നെയായിരുന്നു. ഈ UN രക്ഷാസമിതി, ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞൊരു ശുദ്ധ ഗോപാളിത്തരവും ഫലിതവും ഉടായിപ്പുമാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഈ സമയത്ത് ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം നടക്കുകയാണ്. ജനറൽ കൗൺസിലിൽ എത്ര പ്രമേയം പാസ്സായി? സെക്യൂരിറ്റി കൗൺസിലിൽ എത്ര പ്രമേയം വന്നു? ഇത് പറയുന്ന സമയത്ത് അന്തർദേശീയ നീതിന്യായ കോടതിയിൽ ഇസ്രായേലിനെതിരെ ദക്ഷിണാഫ്രിക്ക കൊടുത്ത കേസ് വിചാരണ നടക്കുക. ഈ ബെഞ്ചമിൻ നെതന്യാഹു ഇന്നലെ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്, അന്താരാഷ്ട്ര കോടതിയുടെ വിധി എന്ത് തന്നെയാണെങ്കിലും ഞങ്ങൾ യുദ്ധം തുടരും. കോടതി വിധി എന്താണെങ്കിലും ഞങ്ങൾക്ക് പുല്ലാണ്. ഗുണമായാലും തിരക്കില്ല, ദോഷമായാലും തിരക്കില്ല, യുദ്ധം തുടരുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴത്തെ രാജ്യം അതാണ്, ഇപ്പോഴത്തെ ലോകം അതാണ്. പഴയ അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന തിയോഡർ റൂസ്വെൽറ്റ് പറഞ്ഞ പോലെ കയ്യിലൊരു വലിയ വടിയുമായിട്ട് വേണം നമ്മൾ അന്തർദേശീയ നയതന്ത്രം കൊണ്ടുവരുന്നത്. അതിനാണ് ബിഗ് സ്റ്റിക്ക് പോളിസി എന്ന് പറഞ്ഞിട്ടുള്ളത്. കയ്യിലൊരു വടി കരുതുക, എന്നിട്ട് അയൽവാസികളെ, അയൽ രാജ്യങ്ങളെയൊക്കെ മൃദുവായിട്ട് ഉപദേശിക്കുക. അതാണ് ഇപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ശ്രീലങ്കയും അല്ലെങ്കിൽ ബംഗ്ലാദേശിനെയും ഒക്കെ കൊണ്ടു നടക്കുന്നത് അങ്ങനെയാണ്. കയ്യിലൊരു മുണ്ടമ്പടിയുണ്ട്. അപ്പോൾ ഈ മുണ്ടമ്പടി ഉള്ളിടത്തോളം കാലം അയൽ രാജ്യങ്ങൾക്ക് നമ്മളോട് വലിയ ബഹുമാനമായിരിക്കും. അല്ലാണ്ട് രഘുപതി രാഘവ രാജാറാം, പതീത പാവന സീതാറാം എന്ന് പറഞ്ഞ് ഇവരെയൊക്കെ കൈകാര്യം ചെയ്യാൻ പോയാൽ എന്ത് പറ്റും? സംഗതി ഇവർ നമ്മുടെ തലയിൽ കയറും. അപ്പം മാലിദ്വീപിലെ പ്രസിഡൻറ്റിൻ്റെ പേര് അദ്ദേഹം ഒരു വലിയ അമേരിക്കൻ പ്രസിഡൻറ്റിനെ പോലെ അധികാരമുള്ള ഒരാളാണെന്നാണ്. അങ്ങനെയൊന്നുമല്ല. നമ്മുടെ ചെങ്ങവനാട് പഞ്ചായത്ത് പ്രസിഡൻറ്റിനുള്ള അധികാരം തന്നെ അദ്ദേഹത്തിന് ഉണ്ടെന്നുള്ള ഒരു സംശയമാണ്. അതുകൊണ്ട് മാലിദ്വീപുകാരും ഈ പരിപാടി കാണുന്നുണ്ടാവില്ല. അവിടെ വിവരവും വിവേകമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ മുഹമ്മദ് മുയ്സുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്ന് മാത്രമാണ് ഞാൻ വിചാരിക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ കഷ്ടമാകും എന്ന് മാത്രം സ്നേഹബുദ്ധിയ ഓർമ്മിപ്പിക്കുന്നു. ഒറ്റ കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഈ മാലിദ്വീപിൽ കുഴപ്പമുണ്ടായ അന്ന് മുതൽക്ക് ഇന്ന് വരെ നമ്മുടെ മൗദൂദി ചാനൽ ഈ വിഷയത്തിൽ അടുപ്പ് കൂട്ടി ചർച്ച നടത്തിയിട്ടില്ല. അവർ ലോകത്തുള്ള മറ്റെല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ചർച്ച ചെയ്യുന്നുണ്ട്. പാലസ്തീനെക്കുറിച്ച് എല്ലാ ദിവസവും ചർച്ച ചെയ്യുന്നുണ്ട്. ഹൂതികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. മോഹൻലാലിൻ്റെ പുതിയ സിനിമയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തെ അറസ്റ്റ് ചെയ്തതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ
മാലിദ്വീപിനെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. എന്താണ് അതിൻ്റെ രഹസ്യം എന്ന് എനിക്കറിയില്ല. ചാനലിൻ്റെ ലൈസൻസ് റദ്ദായി പോകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്ന് വിചാരിക്കും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.